നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു സൂപ്പർ സ്റ്റാർ വാഹനത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പേര് ഫോക്സ്വാഗൺ ഗോൾഫ് GTI എന്നാണ്. എന്തുകൊണ്ടാണ് ഈ വാഹനത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ആകെ 150 യൂണിറ്റുകൾ ഈ വാഹനത്തിൻ്റെതായിട്ട് വന്നിട്ടുള്ളൂ. എന്ന് മാത്രമല്ല 150 യൂണിറ്റിൽ എനിക്ക് തോന്നുന്നൊരു 100 യൂണിറ്റെങ്കിലും സിനിമാ മേഖലയിലും മറ്റുമുള്ള വളരെ ഹൈ പ്രൊഫൈൽ സെലിബ്രിറ്റികളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്നലെയാണ് കേരളത്തിൽ ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ഇന്നലെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡെലിവറി ആരംഭിച്ചത്. അപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, പിന്നെ ഫഹദ് ഫാസിൽ, പിന്നെ ജയസൂര്യ, ഇങ്ങനെയുള്ളവരാണ് ഇന്നലെ തന്നെ ഇതിൻ്റെ ഡെലിവറി എടുത്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഇനി വാഹനത്തെ സൂപ്പർ സ്റ്റാർ വാഹനം എന്ന് വിളിക്കാൻ കാരണമെന്ന്. അല്ലെങ്കിൽ തന്നെ ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിലും ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന മോഡലുകളിലൊന്നാണ് ഗോൾഫിൻ്റെ GTI. ഈ GTI എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഫോക്സ്വാഗൺ തന്നെ പോളോയുടെ GTI ആയിരിക്കാം. അതും ഒരു സൂപ്പർ സ്റ്റാർ വാഹനമായിരുന്നു. വളരെ കുറച്ച് യൂണിറ്റുകൾ ഇന്ത്യയിൽ വിറ്റിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു GTI എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഗ്രാൻഡ് ടൂറിസ്മോ ഇനീസിയോൺ എന്നാണ് അതിൻ്റെ പേര്. അത് ജർമ്മൻ പദമാണ്. എന്തായാലും അത് ഹൈ പെർഫോമൻസ് വാഹനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ് ഫോക്സ്വാഗണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതുതന്നെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. ഇതൊരു ഹൈ പെർഫോമൻസ് വാഹനമാണ്. കാഴ്ചയിൽ ഒരു കുഞ്ഞിക്കയാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഗംഭീരമാണ്. 2 ലിറ്റർ ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ അകത്തുള്ളത്. 5.9 സെക്കൻഡ്സ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത എടുക്കും. എന്താണ് ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് 5 ഡോർ വാഹനമാണ് എന്നുള്ളതാണ്. പോളോ GTI എന്ന് പറയുന്നത് 2 ഡോർ അല്ലെങ്കിൽ 3 ഡോർ എന്ന് വിളിക്കാവുന്ന വാഹനമായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായ വാഹനമാണ്. ഇത് 5 ഡോറാണ്. പിന്നെ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്തിരി താഴ്ന്ന പ്രൊഫൈലൊക്കെ കാണുമ്പോൾ, കാരണം 136 മില്ലിമീറ്റർ ഉള്ളൂ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഒരു താഴ്ന്ന ഒരു കുഞ്ഞു വാഹനം തോന്നുമെങ്കിൽ അങ്ങനെയല്ല. ഇതിൻ്റെ നീളമൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഹ്യുണ്ടായി ക്രെറ്റയുടെ നീളത്തിന് സമാനമാണെന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ വോൾവോയുടെ V40 സമാനമാണ് നീളവും മറ്റും. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ബെൻസിൻ്റെ A45 AMGയുടെ നീളത്തിന് സമാനമാണെന്ന് പറയാം. പിന്നെ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ് ഇങ്ങനെ നിലം പതിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ചെറിയ വാഹനം ആണെന്ന് തോന്നുന്നത്. എന്തായാലും വലുപ്പത്തിൻ്റെ അടുത്ത് യാതൊരു കുറവുമില്ല. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1976 ആദ്യമായിട്ട് ഗോൾഫിൻ്റെ GTI വിപണിയിലെത്തുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 50 വർഷമായിട്ട് ലോകത്തിലെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ഒരു ഹാച്ച് പാക്കായിട്ട് തുടരുകയാണ് ഗോൾഫിൻ്റെ GTI. ഈ ആകെ 23 ലക്ഷം യൂണിറ്റുകളാണ് ഈ വാഹനത്തിൻ്റെതായിട്ട് ഇന്ത്യയിലെ ലോകത്തിൽ വിറ്റഴിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 8th ജനറേഷനാണ് വന്നിരിക്കുന്നത്. 50 വർഷം കൊണ്ട് 8th ജനറേഷനിൽ എത്തി നിൽക്കുകയാണ്. 8th ജനറേഷനിലാണ് ഇന്ത്യയെ ഒന്ന് പരിഗണിച്ചേക്കാമെന്ന് ഫോക്സ്വാഗൺ തീരുമാനിച്ചത്. അപ്പോൾ 150 എണ്ണം വന്നു, 150 വിറ്റ് വാങ്ങി. ഇനി എന്തിനാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നൊരു ചോദ്യമായിരിക്കും ഇനി ബാക്കിയുള്ളത്. പേടിക്കണ്ട, 100 എണ്ണം കൂടെ വരുന്നുണ്ട്. ആദ്യത്തെ ഒരു പ്ലാൻ അനുസരിച്ച് 150 ആയിരുന്നെങ്കിലും 150 വിറ്റ് തീർന്നപ്പോൾ കമ്പനി വിചാരിച്ചു ഇനി 100 എണ്ണം കൂടി കൊണ്ടുവരാമെന്ന്. അത് ഈ ഒരു വർഷം പകുതിക്ക് ശേഷം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു 3-4 മാസത്തിനുള്ളിൽ വീണ്ടും ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കും. ബുക്കിംഗ് ആരംഭിച്ച ഉടൻ തന്നെ അത് വിറ്റ് പോകും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൂപ്പർ സ്റ്റാറിൻ്റെ വില എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൂടുതലായിരിക്കുമല്ലോ. കാരണം സൂപ്പർ സ്റ്റാറുകളാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും കാര്യം ഇത്രയൊക്കെ ഉള്ളെങ്കിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 53 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് പൂർണ്ണമായിട്ട് നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്നതാണെന്നുള്ളതാണ്. ജർമ്മനിയിലാണ് ഇദ്ദേഹം നിർമ്മിക്കപ്പെടുന്നത്. പക്ഷേ ഇത് UK സ്പെക്കാണ്. കാരണം UKയിലാണ് റൈറ്റ് സൈഡിൽ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ രീതികളുള്ളത്. ബാക്കി എല്ലായിടത്തും ലെഫ്റ്റാണല്ലോ യൂറോപ്പിൽ. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ സ്റ്റിയറിംഗ് ഉള്ള വാഹനങ്ങൾ UK വേണ്ടിയാണ് ഫോക്സ്വാഗൺ നിർമ്മിക്കുന്നത്. അത് അതേപടി ഇറക്കുമതി ചെയ്തിരിക്കുന്നതാണ്. UK സ്പെക്ക് ആയതുകൊണ്ട് സംഭവിച്ചൊരു കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ കുറവ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, UKയിൽ ഇതിൻ്റെ ആകെ ഒരേ ഒരു വേരിയൻ്റേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ യൂറോപ്പിൽ ക്ലബ് സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഹൈ എൻഡ് വേരിയൻ്റ് കൂടിയുണ്ട്. അത് പക്ഷേ UK സ്പെക്ക് ആയതുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നില്ല. എങ്കിൽ പോലും മോശമല്ല, ഇതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷേ ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഫീച്ചേഴ്സ് അല്ലല്ലോ കൂടുതൽ നോക്കുന്നത്. എപ്പോഴും എൻ്റെ പെർഫോമൻസും അതിൻ്റെ എൻജിൻ സ്പെക്കൊക്കെയാണ്. ആ കാര്യത്തിൽ നിന്നും ഇവനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള GTI നമുക്ക് നടത്തണം. അപ്പോൾ ആരുടേതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. എൻ്റെ സുഹൃത്ത് സുരേഷ് ഇന്നലെ വാങ്ങിച്ചതാണ്, ഇന്നലെ ഡെലിവറി എടുത്ത വാഹനമാണ്. സുരേഷ് കൊച്ചിയിൽ പല ഭാഗത്ത് നിങ്ങൾ കാണുന്ന ഹൈടെക് എന്ന് പറയുന്ന ആ ലാബുകളുടെ ശൃംഖലയുടെ ഉടമയാണ്. അപ്പോൾ ഇന്നലെ കെട്ടുപിടിച്ച് വന്നു. ഇന്ന് രാവിലെ തന്നെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ മീഡിയേറ്റർ നടന്നത് ഇൻഡോറിലാണ്. പക്ഷേ അന്ന് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. തന്നെയല്ല അതൊരു ടെസ്റ്റ് ട്രാക്കിലായിരുന്നു എൻ്റെ ഡ്രൈവ്. ടെസ്റ്റ് ട്രാക്കിൽ ഓടിച്ച് രസിക്കാൻ എളുപ്പമാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഒരു റിയൽ ലൈഫ് കണ്ടീഷൻസിൽ എങ്ങനെയാണ് വാഹനം എന്നാണല്ലോ അറിയേണ്ടത്. അതിന് തീർച്ചയായിട്ടും നമ്മൾ ഓടിക്കേണ്ടത് നമ്മുടെ റോഡുകളിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു മിസ്സിംഗ് ആയിട്ട് ഞാൻ കരുതുന്നില്ല. എന്തായാലും വാഹനത്തിൽ നിന്ന് അടുത്ത് കാണാം. ഈ വാഹനം കാണുമ്പോൾ നമുക്ക് പോളോയുടെ അവിടെയൊക്കെയുള്ള ചില പഴയ സാമ്യങ്ങളൊക്കെ ഓർമ്മ വന്നൊക്കെ. എങ്കിൽ പോലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഫോക്സ്വാഗണിൻ്റെ യൂറോപ്യൻ സ്റ്റൈലിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും നമുക്ക് മുൻഭാഗത്ത് കാണാം.
വളരെ സ്റ്റൈലിഷാണ്. വളരെ സ്റ്റൈലിഷ് എന്ന് മാത്രമല്ല വളരെ സ്പോർട്ടിയും വളരെ എന്താ പറയുക എഡ്ജുകളൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് നല്ല രസമുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന Volkswagen എന്നുള്ള ഈ ലോഗോ ഇത് ഇലുമിനേറ്റഡ് ആണ്. അത് നല്ല ഭംഗിയാണ്, അത് തെളിഞ്ഞ് നിൽക്കുന്നതാണ്. ഇപ്പം പക്ഷേ വെളിച്ചമുള്ളത് അങ്ങനെ തോന്നുന്നില്ല എന്നേ ഉള്ളൂ. ഒരു റെഡ് ലൈൻ ഇവിടെ കാണുന്നു, റെഡ് സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നു. GT എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗങ്ങളൊക്കെയാണ്. ഹെഡ്ലൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ മെട്രിക്സ് എന്ന് പറയുന്ന Volkswagenൻ്റെ പല വാഹനങ്ങളിലും കണ്ടുവരുന്ന ഏറ്റവും ഷാർപ്പായിട്ടുള്ള പ്രകാശം പൊഴിക്കുന്ന LED ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു ഹെഡ്ലൈറ്റ് ഇങ്ങനെ ആ ഒരു സ്ട്രിപ്പ് അങ്ങനെ തുടരുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. താഴെ ഹണികോംബ് രീതിയിലുള്ള ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ എല്ലാം ഈ ഓപ്പൺ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടുള്ള സെൻസേഴ്സൊക്കെയാണ് അവിടെ കാണുന്നത്. എന്തായാലും അതിമനോഹരമായിട്ടാണ് ഫോഗ് ലാമ്പ് ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഹണികോംബ് ഗ്രില്ലിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതുപോലെ ഗംഭീരമായിട്ട് നിൽക്കുന്നു. അത് തന്നെയാണ് ഈ വാഹനം ഓടി വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നിന്ന് നോക്കി പോകുന്നത് ഈ ഒരു ലൈറ്റിൻ്റെ രീതിയാണ്. ഇതിൽ കോർണറിങ് ലാമ്പും അവരത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ഗംഭീരമായൊരു കാര്യമാണ്. മുൻഭാഗത്തിൻ്റെ ആ ഒരു ഭംഗി തീർച്ചയായിട്ടും നിർണ്ണയിക്കുന്നത് ഈ ഒരു ലൈറ്റുകളാണെന്ന് പറയാം. പൊരി മഴയായതുകൊണ്ടാണ് കേട്ടോ, കുറച്ച് ചെളിയൊക്കെ, ഒരു മാർഗ്ഗമില്ല. കേരളത്തിൽ മഴ പെയ്താൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. അതാണിപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്നാണ് പറയേണ്ടത്. എന്തായാലും സെൻസേഴ്സും ക്യാമറയൊക്കെ നമ്മുടെ മുൻഭാഗത്ത് കാര്യമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു ബോണറ്റാണ്. അതിലൊക്കെ ഷാർപ്പ് എഡ്ജുകൾ ലൈനുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഭംഗിയായിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. സൈഡ് പ്രൊഫൈലൊക്കെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഈ വാഹനത്തിൻ്റെ എല്ലാ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന അലോയ് വീലാണ്. ഈ അലോയ് വീൽ എന്ന് പറയുന്നത് എന്താ പറയുക, സാധാരണ നമ്മൾ കണ്ടുവരുന്ന പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാറുകളുടെ അലോയ് വീലും ഏറ്റവും പുതിയ EVയുടെ അലോയ് വീലും കൂടെ രണ്ടും കൂടെ സംയോജിപ്പിച്ചുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നല്ല റെഡ് കാലിപ്പറൊക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. 18 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 225/40 R18 ആണ് കൊടുത്തിരിക്കുന്നത്. അതങ്ങനെ ആ ഒരു വീലാർസ് നിറഞ്ഞു നിൽക്കുകയാണെന്നാണ് പറയേണ്ടത്. അത്രയും വലിയ ഒരു ടയർ സൈസാണ് വാഹനത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാവുന്നത്. സൈഡ് പ്രൊഫൈലിലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് ഇത് പോളോ അല്ല എന്നുള്ള കാര്യം. കാരണം നീളം വളരെ കൂടുതലാണ്. സൈഡ് പ്രൊഫൈൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ഞാനീ പറഞ്ഞാൽ 136 മില്ലിമീറ്ററേ ഉള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ്. പക്ഷേ നമ്മളിപ്പോൾ ഓടിച്ചിട്ട് അങ്ങനെയൊന്നും കാര്യമായ രീതിയിൽ പമ്പുകൾ ചാടുമ്പോൾ തട്ടുന്നതൊന്നും തോന്നുന്നില്ലെങ്കിൽ പോലും കാഴ്ചയിൽ വളരെ ലോ പ്രൊഫൈലായിട്ട് നമുക്ക് അനുഭവപ്പെടും. GT എന്നുള്ള ബാഡ്ജിങ് വീണ്ടും അഭിമാനത്തോട് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. അതുപോലെ വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ള സൈഡ് വ്യൂ മിറേഴ്സും അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. വിശാലമായ ഗ്ലാസ് ഏരിയ ആണെന്നാണ് പറയേണ്ടത്. അത് പിൻഭാഗം വരെ നീളുന്നു. ഒരു കോർണർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതും ഉൾഭാഗം കൂടുതൽ പ്രസന്നമാക്കുന്നുണ്ട്. ഒരു സിംഗിൾ പെയിൻ സൺറൂഫാണുള്ളത്. കൂടാതെ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഡുവൽ ടോൺ റൂഫ് കൊടുത്തിരിക്കുന്നു. വൈറ്റും ബ്ലാക്കും ഭംഗിയായിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ ഈ ഒരു വലിപ്പം കാണുമ്പോൾ അറിയാം വളരെ കാര്യമായ രീതിയിൽ ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം. എപ്പോഴും ഹാച്ച് ബാക്കുകളുടെ പ്രശ്നം ബൂട്ട് സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതിനു മുമ്പ് ഈ ബോഡി ലൈൻ ഇവിടെ നിന്ന് കണ്ടിട്ട് പോകാം. വളരെ ഷാർപ്പായിട്ടുള്ള ബോഡി ലൈനാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ടൊരു ബ്ലാക്ക് ഫിനിഷുള്ള ക്ലാഡിങ്ങും പോകുന്നുണ്ട്. വീണ്ടും നമുക്ക് പിന്നിലേക്ക് വരുമ്പോൾ പിൻഭാഗവും വളരെ വ്യത്യസ്തമാണ്. അതായത് നമ്മൾ പോളോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. വലിപ്പവും നമുക്ക് മനസ്സിലാകും. പിൻഭാഗത്തിരിക്കുമ്പോൾ അത്രയും വിശാലമായൊരു പിൻഭാഗം. അതിഗംഭീരമായ LED ടെയിൽ ലാമ്പാണ്. അതിലെ ആ ഒരു കൊടുത്തിരിക്കുന്ന എലമെൻസൊക്കെ വളരെ ഭംഗിയാണ്, വളരെ ഷാർപ്പുമാണ്. ഒരു ഷാർഫിൻ ആൻറ്റിനയും ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, സ്റ്റോപ്പ് ലാമ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ വൈപ്പർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഡീഫോഗർ കൊടുത്തിട്ടില്ല. സ്റ്റോപ്പ് ലാമ്പൊക്കെ അവിടെ ഉണ്ട്. പിന്നിലേക്ക് വരുമ്പോൾ വീണ്ടും GTയുടെ ലോഗോ ഉണ്ട്. ഇവിടെ ഗോൾഫ് എന്നുള്ള ബാഡ്ജിങ് ഒരു സ്ഥലത്തും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടു കാണുമല്ലോ. GTA എന്ന് മാത്രമേ പോളോ GTയിലും GT എന്ന് മാത്രമേ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഏത് വണ്ടിയാണ് നമ്മൾ ഊഹിച്ചെടുത്തോളം എന്നാണ് കമ്പനി പറയുന്നതെന്ന് തോന്നുന്നു. അതുപോലെ താഴെയായിട്ട് 2 ഗംഭീരമായ എക്സോസ് പൈപ്പുകൾ കൊടുത്തിരിക്കുന്നു. എക്സോസ് സൗണ്ട് ഗംഭീരമാണ്, നമുക്ക് കേൾപ്പിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബമ്പർ അതിൻ്റെ താഴെ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങും. ഇത്രയാണ് നമുക്കൊരു ഫിനിഷിൻ്റെ കാര്യം, ഒരു സ്റ്റൈലിങ്ങിൻ്റെ കാര്യം പറയാവുന്നത്. എന്തായാലും വളരെ ഗംഭീരമായ സ്റ്റൈലിങ് തന്നെയാണ്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് തുറന്ന് കാണാം. അപ്പോൾ 380 ലിറ്റർ, ഒട്ടും കുറവില്ല. ഗംഭീരമായ ബൂട്ട് സ്പേസ് തന്നെയല്ല, സ്പെയർ ടയർന്ന പരിപാടി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇത് വീണ്ടും സ്ഥലമാണ് ഇഷ്ടം പോലെ. സ്പെയർ ടയർ വേണമെന്നാണ് കമ്പനിയുടെ തീരുമാനം. പിന്നെ ഇത് നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ആ സീറ്റൊക്കെ ഫോൾഡ് ചെയ്യാം. കൂടാതെ ഇവിടുന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ട്, വേണമെങ്കിൽ ബൂട്ടിലെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. എന്തായാലും 380 ലിറ്റർ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഹാച്ച് ബാക്കുകളെ സംബന്ധിച്ച് അങ്ങനെ പതിവുള്ളതല്ല, അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തികച്ചും ഒരു പ്രാക്ടിക്കൽ വാഹനമാണെന്ന് ഇതിനെപ്പറ്റി പറയേണ്ടത്. പോളോ GTI ഒട്ടും മോശമല്ലെങ്കിൽ പോലും ഈ 2 ഡോറിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി അതിന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എങ്കിലും അതും ഒരു സുന്ദരക്കുട്ടപ്പനാണ് കേട്ടോ. ഒരു ഓമനത്വമുള്ള വാഹനമായിരുന്നു. പക്ഷേ ഇവൻ കുറച്ചുകൂടി അഗ്രസീവും കുറേ കൂടെ സ്പോർട്ടിയുമാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ജനിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോം ഏതെനിക്കാണെങ്കിൽ Volkswagen വളരെ വിഖ്യാതമായ MQB EVO എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ടെസ്റ്റ് ചെയ്ത ടിഗുവാൻ്റെ R-Line ഒക്കെ അതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്രയും നല്ല സ്റ്റേഡി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. അതുകൊണ്ട് തന്നെ അത് ഓട്ടത്തിൽ നമുക്ക് അറിയാനുമുണ്ട്.
അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, ഇത്രയും വില കൂടിയ വാഹനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെയാണ്. ഇപ്പോൾ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ കോലം കെട്ടുമെന്നാണ് പറയുന്നത്. ഇന്നലെ ഡെലിവറി എടുത്ത വാഹനമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡീറ്റെയിലിംഗ് ഒക്കെ വാഹനങ്ങൾ ചെയ്യേണ്ട ആവശ്യമാണ്. കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്കായിട്ട് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഏരിയയിലുള്ളവർക്കായിട്ട് ഒരു ഗംഭീരമായ ഡീറ്റെയിലിംഗ് സെൻറ്റർ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പേര് കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ എന്നാണ്. നിങ്ങളിപ്പോൾ എത്ര കാലമായി കാണും വാഹനങ്ങളുടെ ഡീറ്റെയിലിങ്ങിനെ പറ്റി കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് വന്നൊരു സ്ഥാപനമാണിതെന്നാണ് പറയേണ്ടത്. അത് 2002 കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ സ്ഥാപിക്കപ്പെട്ടത്. രണ്ടാംകുറ്റി എന്ന സ്ഥലത്താണ്, കൊല്ലത്ത്. വാഹനങ്ങളുടെ ധാരാളം ഷോറൂമൊക്കെ ഉള്ള സ്ഥലമുള്ള രണ്ടാംകുറ്റി, അവിടെയാണ് കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ. 2002 സ്ഥാപിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ 23 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 25,000-ലധികം വാഹനങ്ങളാണ് അവിടെ ഇതുവരെ ഡീറ്റെയിലിംഗ് കഴിഞ്ഞ് സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് ഇറങ്ങി പോയിരിക്കുന്നത്. PPF, ഗ്രാഫീന്, ബോറോഫിൻ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഏത് കാര്യവും, ഏത് ഡീറ്റെയിലിംഗ് കാര്യങ്ങളും അവിടെ ചെയ്തു തരും. കൂടാതെ റീസ്റ്റോറേഷനുമുണ്ട്. വാഹനങ്ങളുടെ പഴയ വാഹനങ്ങൾ കൊണ്ടുവന്നാൽ റീസ്റ്റോർ ചെയ്ത് മനോഹരമാക്കി സുന്ദരക്കുട്ടപ്പന്മാരാക്കി തരുന്ന പരിപാടിയുമുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിൽ 40-ലധികം പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ലോകോത്തരങ്ങളായ 40-ലധികം പ്രൊഡക്റ്റുകളാണ് ഈ പറഞ്ഞ പോലെയുള്ള ഈ ഡീറ്റെയിലിങ്ങിന് ഉപയോഗിക്കുന്ന ബോറോഫിൻ, അതുപോലെ ഗ്രഫീന്, സെറാമിക്, അങ്ങനെയുള്ള ഏത് കാര്യത്തിലായാലും 40-ലധികം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ലോക നിലവാരമുള്ളതാണ്. PPF തന്നെയുണ്ട് 14-ലധികം പ്രൊഡക്റ്റുകൾ. അതുമെല്ലാം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ PPF ചെയ്തു തരും. കൂടാതെ ഡീറ്റെയിലിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഇതൊന്നും കൂടാതെ റീസ്റ്റോറേഷൻ്റെ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു ഗംഭീരമായ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആണ് കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ, കൊല്ലത്ത് രണ്ടാംകുറ്റിയിൽ. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ എനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം 25 വർഷമായിട്ട് വാഹന രംഗത്തുള്ള ജയലാലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ചെയ്തു തരും. അവിടെയുള്ള ടെക്നീഷ്യന്മാരെല്ലാവരും തന്നെ സർട്ടിഫൈഡ് ടെക്നീഷ്യന്മാരാണ്. അത് PPF ഒട്ടിക്കുന്നവരായാലും ഡീറ്റെയിലിംഗ് ചെയ്യുന്നവരായാലും ആ ഒരു കോഴ്സും കഴിഞ്ഞ് കൃത്യമായ സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പോരായ്മകളും ഉണ്ടാകില്ല. മറ്റൊരു കാര്യമുള്ള നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പെർട്ടൈസും പാരമ്പര്യവും അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായിട്ടും കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാറണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കാർ കെയർ സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങൾ ഒരു വാഹനം ഡീറ്റെയിലിംഗ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ 1 വർഷം തൊട്ട് 12 വർഷം വരെ നിങ്ങൾക്ക് അതിൻ്റെ വാറണ്ടി കിട്ടും. വാറണ്ടി തരുന്നത് കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തരുന്നത് നിങ്ങൾ ഏത് പ്രോഡക്റ്റാണോ ഉപയോഗിച്ചിരിക്കുന്നത് ആ കമ്പനിയാണ് നിങ്ങൾക്ക് ഈ വാറണ്ടി തരുന്നത്. അതായത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കമ്പനിയുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയുടെ മാത്രമല്ല. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ നാനോ ഡയമണ്ട് കോട്ടിങ്, ഗ്രാഫീന്, ബൊറോഫിൻ, PPF, സെറാമിക്, അങ്ങനെ ഏത് കാര്യത്തിനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാർ കെയർ സ്റ്റുഡിയോ സമീപിക്കാം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ലക്ഷറി അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കോട്ടിങ്ങുകളും ഡീറ്റെയിലിങ്ങും എല്ലാം വളരെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിനി ഫോക്സ്വാഗൺ ഗോൾഫ് GTയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. .2 മീറ്റർ നീളമുള്ളൊരു വാഹനമാണിത്. അതുകൊണ്ട് തന്നെ നീളത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല. ഇൻറ്റീരിയർ സ്പേസും അങ്ങനെ തന്നെയുണ്ട്. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ വളരെ താഴ്ന്ന ഒരു ഇരിപ്പാണ് ഇരിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ സീറ്റ് ഹൈറ്റ് നമുക്ക് മാനുവലി ഉയർത്താം. അതെ, 53 ലക്ഷം രൂപയുടെ വാഹനമാണെങ്കിലും നിങ്ങളിങ്ങനെ ക്ലിങ് എന്നൊക്കെ വെച്ചുകൊണ്ട് ഉയർത്താൻ. പക്ഷേ അതൊന്നും ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കുന്നവരെ അതൊന്നും അവർ പരിഗണിക്കുന്നതില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം അതുപോലെ ഗംഭീരമായതുകൊണ്ട് തന്നെ പോട്ടെന്ന് വെച്ചുകൊണ്ട് ഒന്നുമില്ല. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ സീറ്റ് കൊടുത്തിട്ടില്ല. തന്നെയല്ല, ഉൾഭാഗത്തേക്ക് കയറുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പാട്ട് പറക്കാൻ വരുന്ന ഒരു തമിഴനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലുങ്കിയുടെ പോലത്തെ ഒരു ടെക്സ്റ്ററൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം എപ്പോഴും അങ്ങനെയാണ്. GTയുടെ ഉൾഭാഗങ്ങളിൽ ലെതർ സീറ്റ് ഒന്നും കാണില്ല. ഈ ഫാബ്രിക് സീറ്റാണ് കൊടുക്കുക. അത് എപ്പോഴും ഈ തരത്തിലുള്ള നിറങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ അൽക്കാൻഡ്ര ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രിപ്പ് അവിടെ കിട്ടുന്നുണ്ട്. സീറ്റിൻ്റെയൊക്കെ രീതി കാണുമ്പോൾ തന്നെ ഒരു റൈസ് കാറിൻ്റെയൊക്കെ ഒരു രീതിയാണ് നമുക്ക് തോന്നുക. GT എന്നുള്ള ബാഡ്ജിങ്ങൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉൾഭാഗം എന്ന് പറയുന്നത് ഒട്ടും ഫ്ലാഷി ഒന്നുമല്ല, അങ്ങനെ വലിയ സംഭവമൊന്നും കൊടുത്തിട്ടില്ല. ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു വാഹനത്തിൻ്റെ കാര്യത്തിലാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അങ്ങനെ അത് വെച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മളിതൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷേ മൊത്തത്തിൽ സ്പോർട്ടിനെസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഉൾഭാഗത്ത് നമ്മൾ കാണുന്നത് 12.9 ഇഞ്ചിൻ്റെ വലിയ ഒരു സ്ക്രീനാണ്. നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനാണ്. അതിൻ്റെ പ്ലാസ്റ്റിക് ഒന്നും ഇളക്കിയിട്ടില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ചാലേ ഉള്ളൂ വണ്ടി. അപ്പം അതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ,
അതുപോലെ തന്നെ ഒരു 9 സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റം, പിന്നെ ADAS ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കണക്റ്റ് കാര്യങ്ങൾ അത് അധികം പറയണം തോന്നുന്നില്ല, കാരണം വെച്ചാൽ നമുക്കറിയാം Volkswagenൻ്റെ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, അതിൽ എല്ലാ കാര്യങ്ങളും ഉൾച്ചേർത്തിട്ടുണ്ട്. നാവിഗേഷൻ, വെഹിക്കിൾ സെറ്റിങ്സ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും കുറച്ച് സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് വെന്റിലേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് സെറ്റിങ്സ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. 3 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നല്ല ഗംഭീരമായിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ ഈ ഒരു വിലയ്ക്ക് കിട്ടുന്നൊരു വാഹനത്തിൽ കാണുന്ന അത്രയും കാര്യങ്ങളില്ല എന്നുള്ള സത്യമാണ്. ഇവിടെ മോഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇക്കോ, കംഫർട്ട്, സ്പോർട്ട്, ഇൻഡിവിജ്വൽ, അത് ഇവിടെയും ഉണ്ട്. അതിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഇവിടെയുണ്ട്. ക്ലൈമറ്റ് കൺട്രോളിൻ്റെ അതിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ സ്വിച്ച് അമർത്തിയാൽ അതാകുന്നു. പിന്നെ മെനു ഇവിടെയുണ്ട്. അത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് വെച്ച് ചെയ്യാം. നല്ല ഗംഭീരമായൊരു റിവേഴ്സ് ക്യാമറ വന്നിരിക്കുന്നു. അതെല്ലാം നല്ല വൈഡായിട്ടുള്ളൊരു രീതിയിലാണ് അതിൻ്റെ ഒരു ക്യാമറ ആംഗിൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ വാങ്ങിച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. റിച്വൽസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കാണാം. ഇവിടെ വീണ്ടും വളരെ കൺസീൽഡ് ആയിട്ടെന്ന് പറയുന്ന പോലെ തന്നെ തോന്നിക്കുന്ന ഒരു AC വെൻ്റാണ് ഈ നീണ്ട് ഇവിടം വരെ വരുന്നത്. വലിയ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള പോക്കറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ അത്യാവശ്യം വലിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ്, നമുക്ക് ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ആംബർസിന് താഴെയുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഇതാണ് കേട്ടോ ഇതിൻ്റെ കീ ഒന്നും അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, ഒരു സാധാ മട്ട കീയൊക്കെയാണ്. ഒരു റെഡ് വര പോലും അത് കൊടുത്തിട്ടില്ല എന്നുള്ള ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് കപ്പ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വലിയൊരു കൺസോളാണ്. വലിയ കൺസോൾ വെച്ചാൽ മനോഹരമായ കൺസോൾ, അതും പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവ് സെലക്ടർ. എന്താ പറയുക, ഗോൾഫ് ബോൾ ഓൺ എ സ്റ്റിക്ക് എന്നുള്ള ഡിസൈൻ ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഗോൾഫ് കളിക്കാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട്, ഏതായാലും ഇത് കാണുമ്പോൾ ഒരു ടോഗിൾ സ്വിച്ചിൻ്റെ ലുക്കൊക്കെ അതിനുള്ളൂ. ഇതാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്. ഇത് പാർക്കിങ്ങിൻ്റെ സ്വിച്ച്. ഇത് ഈ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്. ഇവിടെ ഒരു മൊബൈലൊക്കെ വയ്ക്കാവുന്ന സ്ഥലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇവിടെ ചെറിയ സാധനമൊക്കെ സൂക്ഷിക്കാം. ഇവിടെയൊക്കെ ചാർജിങ് പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വളരെ പ്രാക്ടിക്കലാണ് ഈ വാഹനം എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ സീറ്റിൻ്റെ കുഷ്യനിങ്ങും അതുപോലെ തന്നെ തൈ സപ്പോർട്ടും ഒക്കെ അമേസിംഗ് ആണ്. നല്ല സുഖമാണ് ചേർന്നിരുന്ന് ഓടിക്കാൻ. ഇത്തരത്തിലുള്ള സ്പോർട്സ് കാറുകളൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു അനായാസത കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. സിംഗിൾ പെയിൻ സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷ്, ഫുൾ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് വീൽ തീർച്ചയായിട്ടും നമ്മുടെ അഡ്രിനാലിൻ റഷ് ഒക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള രസകരമായൊരു സ്റ്റിയറിംഗ് വീലാണ്. റെഡ് ആക്സൻസ് ഒക്കെ ഇവിടെയുണ്ട്. റെഡ് സ്റ്റിച്ചിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പല സ്ഥലത്തും റെഡ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. GT എന്നുള്ള ആ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ ഈ ഒരു 10.2 ഇഞ്ചിൻ്റെ ഈ സ്ക്രീനിൽ കാണാവുന്നതാണ്. പിന്നെ എന്തായിരുന്നു, ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഈ ലൈറ്റുകളുടെയൊക്കെ സ്വിച്ചുകളും മറ്റും Volkswagenൻ്റെ പൊതു രീതി ഇവിടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ടച്ച് സ്ക്രീനിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നു. അത് വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ എലഗൻ്റ് ആണെന്നാണ് പറയുന്നത്. ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ആ ഒരു രീതികളും ഡിസൈൻ രീതിയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത്തരം കാര്യങ്ങൾ, വോളിയം കൺട്രോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയായിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കി ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇവിടെ ഒന്നും പറയാനില്ല. പിന്നെ ഉള്ളത് പെഡലുകളാണ്. വളരെ സ്പോർട്ടിയായിട്ടുള്ള പെഡലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് സ്റ്റീൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഗംഭീരമായ വിസിബിലിറ്റിയൊക്കെയുള്ള നല്ല സീറ്റിംഗ് പൊസിഷനുള്ള വാഹനമാണ്. സ്റ്റിയറിംഗ് വീല് നമുക്ക് പലതരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് സുഖമായൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്തുകയും ചെയ്യാം. അപ്പോൾ പിൻഭാഗത്തിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുഴിക്കകത്തിരിക്കുന്ന പോലെയാണ്. അതെപ്പോഴും ഈ ഒരു ലോ പ്രൊഫൈലായിട്ടുള്ള വാഹനങ്ങൾക്ക് തോന്നുന്നൊരു ഫീൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ട് കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു കുഷനിങ്ങാണ് നമ്മളിവിടെ കാണുന്നത്. വലിയ സെൻട്രൽ ടണൽ ആയതുകൊണ്ട് തന്നെ ഒരു നടുവിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിശാലമായ ആംറസ്റ്റും 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. കൂടെ ഞാൻ അവിടുന്ന് കാണിച്ചില്ലേ, ഇത് തുറന്ന് നമുക്ക് വേണമെങ്കിൽ ബൂട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്തായാലും 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമതൊരാൾക്ക് പറ്റുമെങ്കിൽ ഇരുന്നോട്ടെ എന്നാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ACയുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ ഉണ്ട്. താഴെയായിട്ട് 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഫോണൊക്കെ സൂക്ഷിക്കാനായിട്ട് വളരെ തോട്ട്ഫുള്ളി ചെയ്ത കാര്യങ്ങളാണ്. 2 കുഞ്ഞ് പോക്കറ്റ് അവിടെ, 2 കുഞ്ഞ് പോക്കറ്റ് ഇവിടെ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാം. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെയും ഒരു പോക്കറ്റുണ്ട്. ചെറിയൊരു ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന ഒരു പോക്കറ്റാണ്. അവിടെയൊക്കെ ആംബിയൻ ലൈറ്റ് 30 തരത്തിലുള്ള ആംബിയൻ ലൈറ്റ് ഉണ്ട് കേട്ടോ. അതൊരു റെഡ് ലൈറ്റൊക്കെ അതിൽ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയില്ല.
അതുപോലെ കുറച്ച് താഴ്ന്ന വിൻഡോ ലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സീറ്റിംഗ് പൊസിഷൻ താഴ്ന്നാണെങ്കിലും അങ്ങനെ ഒരു കാംഡ് ഫീലും തോന്നില്ല. സുഖമായി കൈയൊക്കെ വെച്ചിരുന്ന് പോകാൻ സാധിക്കും. പിടിച്ചിരുന്നോണം, കാരണം മുന്നിൽ ഓടിക്കുന്നതാണ് അമ്മാതിരി എന്താ ഒരു അഡ്രിനാലിൻ റഷ് തോന്നിയ ഒരു ചവിട്ടി പിടിച്ചങ്ങ് പോകും. അതുകൊണ്ട് ഇവിടെ പിടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കുഴിക്കാതിരിക്കുമ്പോൾ അങ്ങനെ ഒരു സുഖമുണ്ട്. ഇങ്ങനെ അങ്ങനെ പിടിച്ചങ്ങിരുന്നാൽ മതി, തെറിച്ച് പോകില്ല. SUV ആകുമ്പോഴേ ഉള്ളൂ ഹൈറ്റ് ഇരുന്ന് തെറിച്ച് പോകുന്ന പ്രശ്നം. എന്തായാലും വളരെ വളരെ മിനിമലിസ്റ്റിക് ആയുള്ള ഇൻറ്റീരിയറാണ്, വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ വളരെ സ്പോർട്ടിയാണെന്നുള്ള ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഉൾഭാഗത്ത് കയറുമ്പോൾ നമുക്കും തോന്നും ഒരു ആവേശം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ആദ്യമായിട്ട് ഡെലിവറി എടുത്ത ഒരു കൂട്ടം ആളുകൾ. ഒരാൾ എൻ്റെ സുഹൃത്ത് സുരേഷാണ്. സുരേഷിൻ്റെ മകൻ സ്റ്റീവാണ് എൻ്റെ ഉള്ളത്. സ്റ്റീവ്, നമസ്കാരം. 20 ഈ വണ്ടിക്ക് പറ്റിയ രൂപമാണല്ലോ അല്ലേ? വളരെ എന്താണ് ഒരു വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള യൂത്താണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും. പക്ഷേ ഇത് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇവരുടെ വീട്ടിലുള്ള വണ്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും അല്ലാത്ത രീതിയിലുള്ള വണ്ടികൾ. മസ്താങ് ഉണ്ട്, പിന്നെ അതൊക്കെയായിരുന്നു M2 ഉണ്ട്, M3 TT ഓഡി TT, പിന്നെ ഫോർച്യൂണർ ഹൈലക്സ്, പോളോ GTA ഉണ്ട്, എന്ന് പറഞ്ഞാൽ വിട്ടുപോകാൻ തോന്നുന്നു. S ക്ലാസ് ഉണ്ട്. ഇതാണ് കളി. അപ്പം അത് വലിയ സംഭവമൊന്നുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇത്? ഇതിൻ്റെ ചേട്ടൻ, മറ്റേ പോളോ GTയുടെ ചേട്ടൻ എന്തെങ്കിലും വേണമെന്നൊരു വലിയ ആഗ്രഹം. പിന്നെ ജർമ്മനിയിൽ പോയി ഓടിച്ച് ഒത്തിരി ഇഷ്ടമായി. ജർമ്മനിയിലാണ് പഠിക്കുന്നത്. അവിടെ പോയി ഓടിച്ച് ഇഷ്ടപ്പെടും. അങ്ങനെയാണോ തീരുമാനിച്ചത്? ഇവിടെ കേരളത്തിൽ വരുന്നു അല്ല ഇന്ത്യയിൽ വരുന്നു എന്ന് കേട്ടപ്പോൾ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചത് സ്റ്റീവിൻ്റെ സജഷൻ ആയിരുന്നോ? വലിയ ഡ്രീമാ. അപ്പോൾ ഒന്ന് പിച്ചിൻ ചെയ്ത് നോക്കി. അപ്പോൾ ഓക്കെ എന്ന് പറയും. അപ്പോൾ ഇത് ആദ്യം ബുക്ക് ചെയ്യാൻ 150 എണ്ണത്തിൽ ഓൺലൈനിലായിരുന്നു ബുക്കിംഗ് അല്ലേ? വെബ്സൈറ്റ് വഴിയല്ലായിരുന്നു? അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തു? ആദ്യം തന്നെ തുടക്കത്തിൽ ചെയ്തു? എല്ലാം നമ്മുടെ ഗൈഡൻസും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. മറ്റേ ഫീനിക്സിലുള്ള, തൃശ്ശൂരിലുള്ള ഫീനിക്സ് രാജേഷ് എന്ന് പറയും. രാജേഷ്. അപ്പോൾ പുള്ളിയാണ് എല്ലാം ഹെൽപ്പ് ചെയ്തതും. എല്ലാം പെട്ടെന്ന് ഭയങ്കര സ്മൂത്തായിട്ട് ചെയ്തു. അപ്പോൾ ഇത് ഡെലിവറി എടുത്ത് തൃശ്ശൂരിൽ നിന്നാണ്? അതെ, മണ്ണുത്തിയില്ല ഷോറൂം. അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്നു ജയസൂര്യയൊക്കെ. ആ കൂടെ ഡെലിവറി എടുത്തു? അതെ. ജയസൂര്യൻ പിന്നെ ദുൽഖർ അവിടെ നിന്നാണ് തോന്നുന്നു എടുത്തല്ലേ? തോന്നുന്നു. ഇനിയിപ്പോൾ ഇവിടെ കൊച്ചിയിൽ EVM നിന്നാണ് മറ്റ് ചില പ്രമുഖരൊക്കെ എടുക്കാൻ വേറെ ആക്ടേഴ്സും എടുക്കുന്നത്. അപ്പോൾ ഇത് എത്ര കളേഴ്സ് ഉണ്ട്? 4 കളേഴ്സ്. എന്തുകൊണ്ടാണ് വൈറ്റ് മതിയെന്ന് തീരുമാനിച്ചത്? ഇതൊരു സ്പോർട്ടി കളറാണോ വൈറ്റ്? സ്പോർട്ടി കളറാണെന്ന് വെച്ച് ഇപ്പം ഇതിന് 2 ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയത്. ഒരു പേർലസെൻറ്റ് പിങ്ക് ആയിട്ട് ഒരു മറ്റേ പേൾ കളറാണല്ലോ. അപ്പോൾ ആ ഒരു 2 ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ആകുമ്പോൾ എനിക്ക് തോന്നി കുറേ ഒരു ബ്ലാക്ക് ബുക്ക് ചെയ്യും. പിന്നെ എനിക്ക് ഗ്രേ വലിയ താല്പര്യമില്ല. മറ്റേ VRSലൊക്കെ നാടു ഗ്രേ കുറേ വരുന്നുണ്ട്, വലിയ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റെഡ് ആക്സൻസ് ഒക്കെ വൈറ്റിലാണ് കൂടുതൽ. അതെ, റെഡും മറ്റേ ഈ റെഡ് ആക്സൻസും വൈറ്റ് കളറും ബ്ലാക്ക് കളറിലും നല്ല രസമുണ്ട്. പിന്നെ എന്തായാലും ഇത് എപ്പോഴും ഉണ്ടാവില്ല, കളർ മാറ്റും. അപ്പോൾ ഇതിൻ്റെ അതിപ്പം എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടോ? അതോ ഇത് സ്റ്റോക്കാണ്? ഇന്നലെ എടുത്തുള്ളൂ. സ്റ്റോക്കാണ്. എന്താണ് ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന പരിപാടി? എന്തൊക്കെ ചെയ്യും? ഇവരുടെ വീട്ടിലെല്ലാം വണ്ടിക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ട്? എന്തെങ്കിലും ബേസിക്കലി എല്ലാം OEM മോഡ്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് നേരെ ഗോൾഫ് R സ്പെക്കിലോട്ടാക്കാനായിട്ട്. മറ്റേ ഈ ഇപ്പോൾ കീലെസ് ആക്സസ് ഇല്ല, 360 ക്യാമറ ഇല്ല. അപ്പോൾ ഇതെല്ലാം മറ്റേ ഒറിജിനൽ സാധനം തന്നെ വയ്ക്കാനായിട്ട്. ഇപ്പോൾ ഗോൾഫ് Rൻ്റെ സ്പോയിലർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാറ്റ് ബാക്ക്, അത് പിന്നെ ഇൻടേക്ക് ചെറിയ കാര്യങ്ങളൊക്കെ. അത് ഒരു 2 ദിവസത്തിൽ. നമ്മൾ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നാണോ? അത് ഇവിടെ നിന്ന് തന്നെ സോഴ്സ് ചെയ്ത് അവരുടെ ഡീലർഷിപ്പിൽ? അല്ല, OEM പാർട്സ് എല്ലാം ജർമ്മനാ. ഞാൻ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നു.
മറ്റേ ഈ എക്സോസ്റ്റും ഇൻടേക്കും ഡൽഹിയിൽ നിന്ന് എടുത്ത. ഇത് അതിനുവേണ്ടി തന്നെ ഡെലിവറി എടുക്കാൻ വേണ്ടി ജർമ്മനിയിൽ നിന്ന് 2 ദിവസം മുമ്പ് വന്ന കേട്ടോ. അത്ര വണ്ടി ഭ്രാന്തന്മാരുടെ വീടാണത്. എത്ര രൂപയായി ഓൺ റോഡ്? 66 സംതിങ്. 66. ഇത് അതിന് വർത്താണ്? അതിനെ അങ്ങനെ വെച്ചാൽ ഇപ്പം ജർമ്മനിയിൽ തന്നെ 60 lakhs വരുന്നുണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ എങ്ങനെ ഇവർ ഈ വിലയ്ക്ക് കൊണ്ട് വിറ്റത്? 55,000 euros വരുന്നത് ഈ വണ്ടിക്ക്. ശരി. ഗോൾഫ് ആറിന് 70,000 euros വരുന്നുണ്ട്. അപ്പോൾ അത് 70 ലക്ഷം, 55 ലക്ഷം അവിടെ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 lakhs മറ്റേ ടാക്സ് ഒന്ന് കൂട്ടിയാൽ മതി. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇമ്പോർട്ട് ടാക്സ് അത് പോരല്ലോ അല്ലേ? എന്നിട്ട് എങ്ങനെ? അത് ഗുഡ് പ്രൈസിങ്. ഇപ്പോൾ UK ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. UK പിന്നെ ടാക്സ് കുറവാ. ദുബായും കമ്പയർ ചെയ്യുന്നുണ്ട്. വണ്ടി ജർമ്മനി ആണല്ലോ, അപ്പോൾ നമ്മൾ ജർമ്മനി തന്നെ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ സെയിം, ഓൾമോസ്റ്റ് സെയിം അല്ലേ? അപ്പോൾ റീസണബിൾ ആണോ വെച്ചാൽ ഇപ്പോൾ വേറെ വണ്ടികളുണ്ട് ഇതിനായിട്ടും ഫീച്ചേഴ്സും പേരും. ഫോക്സ് വാഗൻ അത്ര പേരില്ലായിരിക്കും, പക്ഷെ ഇത് ഓടിച്ചു നോക്കുമ്പോൾ ആ പേരും എല്ലാം മറന്നോളൂ. സത്യം. ഇത്ര നല്ല ഫ്രണ്ട് വീൽ ഡ്രൈവ് ഞാൻ ഓടിച്ചിട്ടേ ഇല്ല. അതെ ശരിയാണ്. അതൊരു രക്ഷയില്ല കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ കൈവിട്ട് പോകും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. ആക്ച്വലി നമ്മുടെ ഈ M2 ഓടിക്കുമ്പോൾ ആൾക്കാർ പറയും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകും. അതുപോലെ ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈവിട്ടു. അതെ, അത്തരം പെർഫോമൻസ് തരുന്നൊരു വാഹനമാണ്. എന്തായാലും നിങ്ങളുടെ കളക്ഷനിലേക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമാണ് വന്നിരിക്കുന്നത്. തന്നെയല്ല ഇത് ഈ പറഞ്ഞ റയർ പീസായിട്ട് തന്നെ നിലനിൽക്കും. ഇനി ഒരു 100 കൂടെ വന്നാലേ 250 തീർന്നു അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു 100 പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ഒരു 100 കൂടെ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ വർഷം പകുതി കഴിയുമ്പോഴത്തേക്കും സെപ്റ്റംബറോട് കൂടി. അപ്പോൾ എന്തൊക്കെയായാലും ഈ പറഞ്ഞല്ലോ പോളോ GT കയ്യിലുള്ളവരുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഇനി ഇല്ലത് അല്ലേ? അതൊരു റയർ പീസ് വിലയും കൂടുന്നുണ്ട്. അതെ പഴയ വാങ്ങിച്ചതിനൊക്കെ വില കിട്ടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എല്ലാം കളക്ടേഴ്സ് ഐറ്റമാണ്. എന്തായാലും ഗംഭീര ഒരു എന്താ പറയുക ചോയ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സുരേഷിനോട് നന്ദി പറയുന്നു. ഇന്നലെ കെട്ടുപിടിച്ച് കൊണ്ടുവന്ന് ഉടനെ രാവിലെ നമുക്ക് കൊണ്ടുവന്ന് തന്നല്ലോ. അതുകൊണ്ട് സുരേഷൻ നന്ദി, സ്റ്റീവനും നന്ദി. അപ്പോൾ താങ്ക് യു. ശരി. അതിമാരകമായ വില കൊടുത്തും ഈ വാഹനം എന്തുകൊണ്ട് നമ്മുടെ സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ളവർ വാങ്ങിക്കുന്നു എന്നുള്ളൊരു ഉത്തരം കിട്ടണമെങ്കിൽ ഇതൊന്ന് ഓടിച്ചാൽ മതി. ഓടിക്കണം എന്ന് പോലുമില്ല, ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ മനസ്സിലാവും എന്താണ് ഈ ഒരു വാഹനം നമുക്ക് തരുന്നൊരു ഫീൽ എന്നുള്ള കാര്യം. ഒരു രക്ഷയില്ലാത്ത ആക്സിലറേഷൻ. അതായത് നമ്മൾ എന്താ പറയുക, ഇപ്പോഴത്തെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് ആക്സിലറേറ്റ് ചെയ്താൽ ചാടിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു പെട്രോൾ വാഹനത്തിൻ്റെയും. 2 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. ഒരു പെട്രോൾ എഞ്ചിനിൽ നിന്ന് ഇത്ര അധികം ഒരു കുതിച്ചാട്ടം ഉണ്ടാകുമോ എന്നൊരു സംശയം തോന്നുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ആ തുടക്കത്തിലുള്ളൊരു പെർഫോമൻസ്. ലാഗ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ അനുഭവിക്കാനേ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ ലൈറ്റായിട്ട് വേണമെങ്കിൽ ആരോപിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ 7 സ്പീഡ് DSG ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗിയർ ബോക്സുകളൊന്നാണ്. വളരെ കൃത്യമായിട്ട് മുന്നിലെ വീലുകളിലേക്ക് പവർ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. എഞ്ചിനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഡ്രൈവബിലിറ്റി അല്ലെങ്കിൽ ആ ഫീല് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഹാച്ച് ബാക്കിൻ്റെ സ്വഭാവങ്ങളെ അല്ല മൊത്തത്തിൽ പ്രകടിപ്പിക്കുന്നത്. നല്ല വെയിറ്റുള്ള വാഹനമാണ്. അതോടൊപ്പം തന്നെ നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ നമുക്ക് മാനുവലി കണ്ടെത്താം. ഒരു കുറവായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സീറ്റിനില്ല എന്നുള്ള കുറവായിട്ട് പറയും. പക്ഷേ മാനുവലി നമുക്ക് നല്ലൊരു ഹൈറ്റ് ഉള്ള ഒരു പൊസിഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. വളരെ താഴ്ന്ന ബോണറ്റാണ്, അതുകൊണ്ട് വിസിബിലിറ്റി അപാരമാണ്. നമ്മൾ പതുക്കെയൊക്കെ ഓടിക്കുമ്പോൾ ഗോൾഫ് നമ്മൾ ദേഷ്യപ്പെടുന്ന പോലെ തോന്നും. എന്തുവാടെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്, കാല് കൊടുത്ത് പോടേ എന്നുള്ള മട്ടിൽ അതിങ്ങനെ അതിൻ്റെ ആ ഒരു മുരൾച്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാല് കൊടുക്കുക എന്ന് നമ്മളിങ്ങനെ ഓർപ്പിക്കുന്ന പോലുള്ളൊരു മുരൾച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അപാരമായ റോഡ് ഗ്രിപ്പാണ്, സമ്മതിച്ചേ പറ്റും. അത് വാഹനത്തിൻ്റെ വെയിറ്റും അതുപോലെ അത്ര ഉയർന്നതല്ലാത്ത ഇതിൻ്റെ സ്റ്റാൻസും എല്ലാം കൂടി ചേരുമ്പോഴാണ് തോന്നുന്നു ആ ഒരു റോഡ് ഗ്രിപ്പ് വരുന്നത്. കൂടാതെ മുൻ വീലുകൾ ഒരു ലിമിറ്റഡ് സ്ലിപ്പ് ലോക്കിംഗ് ഡിഫറൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീൽ അങ്ങനെ സ്പിന്നാവുകയൊന്നുമില്ല. പിടിച്ചെടുത്ത് നിൽക്കുക അല്ലെങ്കിൽ കോർണറിലും മറ്റും വളരെ കൃത്യമായിട്ട് ടോർക്കൊക്കെ ആ വീലുകളിലേക്ക് പകർന്നു കൊടുക്കുന്നൊരു സംവിധാനം എന്നാണ് എന്നെ വിളിക്കേണ്ടത്. ഇനിയിപ്പോൾ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ 265 BSP എഞ്ചിനാണിത്. 370 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. 2 ലിറ്റർ TSI ടർബോ പെട്രോൾ എഞ്ചിനാണിത്. ഇപ്പം ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ടിഗുവാനിലും സ്കോഡ കോഡിയാക്കിലും ഒക്കെ വന്നിരിക്കുന്ന എഞ്ചിൻ ഇത് തന്നെയാണ്. പക്ഷേ അവയേക്കാളൊക്കെ വെയിറ്റ് കുറഞ്ഞൊരു വാഹനമായതുകൊണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അവയെ കവച്ച് വയ്ക്കുമെന്നുള്ളൊരു സംശയമില്ല. തന്നെയല്ല ട്യൂണിങ്ങിൻ്റെ കാര്യത്തിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. 5.9 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ. 4 ഡ്രൈവ് മോഡുകളുണ്ട്: ഈക്കോ, കംഫർട്ട്, സ്പോർട്ട്, ഇൻഡിവിജ്വൽ. അപ്പോൾ ഈ 4 മോഡിലും വളരെ കൃത്യമായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ പെരുമാറ്റത്തിൽ വരുന്ന ഒരു മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും. സ്പോർട്ട് എന്ന മോഡിലേക്ക് വരുമ്പോൾ എക്സോസ് സൗണ്ട്
നമുക്ക് ഈ സ്പീക്കറിൽ കൂടി കേൾക്കുന്ന ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടൊരു ഫീൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുകയും ചെയ്യും. എന്ന് തന്നെയല്ല സ്പോർട്ട് മോഡിൽ സ്റ്റിയറിങ്ങിൻ്റെ വെയിറ്റ് വരെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ആത്മവിശ്വാസം കിട്ടുകയും ചെയ്യും. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇലക്ട്രോണിക് ഫ്രണ്ട് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 1 സെക്കൻഡിൽ 200 പ്രാവശ്യമാണ് വാഹനത്തിൻ്റെ പെരുമാറ്റ രീതികൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് മുൻ വീലുകളിലേക്ക് ടോർക്കൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നതും ഒരിക്കലും ഓവർ സ്റ്റിയർ ആയി പോകാതെ അല്ലെങ്കിൽ കോർണറുകളൊന്നും നമ്മുടെ കൈവിട്ട് പോകാത്ത രീതിയിലുള്ള ആ ഒരു ഗ്രിപ്പ് നമുക്ക് തരുന്നത് ഈ ഒരു ഫ്രണ്ട് ഡിഫറൻഷ്യലാണ്. ഇതൊരു UK സ്പെക്ക് വാഹനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ജർമ്മൻ സ്പെക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ സ്പെക്ക് വാഹനമാണെങ്കിൽ ഈ ഒരു ഡിഫറൻഷ്യലിൻ്റെ കൂടെ തന്നെ അഡ്ജസ്റ്റബിൾ ഡാമ്പേഴ്സും വരുന്നുണ്ട്. അതായത് DCC എന്ന് വിളിക്കുന്ന അഡ്ജസ്റ്റബിൾ ഡാമ്പേഴ്സ് കൂടെ വരുന്നുണ്ട്. അത് പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന വാഹനങ്ങൾ ഇല്ല. ഇനിയിപ്പോൾ സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനമാണിത്. പിന്നെ 7 എയർ ബാഗുകൾ, ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 20 ഫീച്ചേഴ്സാണ് അഡാസിൻ്റെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ലെയിൻ കീപ്പ് അസിസ്റ്റും, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, എമർജൻസി ബ്രേക്കിംഗ്, ഹൈ ബീം കൺട്രോൾ, റിയർ ട്രാഫിക് അലേർട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 5250-നും 6500 RPM ഇടയിലാണ് നമ്മുടെ മാക്സിമം പവർ കിട്ടുന്നത്. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് 1600-നും 4500 RPM ഇടയിൽ 370 Nm കിട്ടുന്നുണ്ട്. നമുക്ക് വാഹനം നിപ്പിൽ അങ്ങനെ ലോഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്പോട്ട് എന്ന് പറയുന്ന മോഡിലേക്ക് ഇടുക. അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ മോഡ് സ്പോട്ടിലേക്ക് ഇടുക. എന്നിട്ട് കാലങ്ങോട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും ഒരു 4000 RPM വരെ ആ റേവ് അങ്ങോട്ട് ക്ലൈംബ് ചെയ്തിട്ട് ഒരൊറ്റ പോക്കാണ്. അപ്പോഴത്തേക്കും ലോഞ്ച് കൺട്രോൾ പ്രോഗ്രാം ആക്റ്റീവ് എന്ന് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കും. വളരെ ചെറിയൊരു വീൽ സ്പിന്നോട് കൂടിയാണ് ആ സമയത്ത് അങ്ങനെ ലോഞ്ച് വാഹനം അങ്ങനെ ഓടിത്തുടങ്ങുന്നത്. അതൊരു ഗംഭീരമായ അനുഭവമാണ്. പക്ഷേ അത് നമ്മുടെ ഇവിടുത്തെ റോഡുകളിൽ അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു 2000 RPM കഴിഞ്ഞിട്ട് ഒരു 5000 RPM വരെ ഈ വാഹനത്തിൻ്റെ ആ പവർ എങ്ങനെ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഒരു മേഖലകളിലും ഈ ഒരു ടോർക്കിൻ്റെ ഒരു മേഖലകളിലും ഒരു ലാഗ് നമുക്ക് അനുഭവപ്പെടുന്നില്ല. മൈലേജ് നോക്കുകയാണെങ്കിൽ അത് കമ്പനി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും യൂറോപ്പിൽ 13.7 to 14.8 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ UK-ൽ കുറച്ചുകൂടി കൂടുതലാണ്, 16.92 ആണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു UK സ്പെക്ക് ആയതുകൊണ്ട് തന്നെ അത്രയും മൈലേജ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത്തരം വാഹനങ്ങളിൽ മൈലേജ് അല്ലല്ലോ നമ്മൾ പ്രധാനമായിട്ടും കണക്കാക്കുന്നത്. എന്തായാലും ഒരു ചെറിയ ഹാഷ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനത്തെ സമീപിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഹ്യുണ്ടായി ക്രെറ്റയുടെ വലുപ്പമുണ്ട്, 1554 കിലോഗ്രാം ഭാരമുണ്ട്, കിടിലൻ എഞ്ചിനും കിടിലൻ പെർഫോമൻസും അതുപോലെ ഗിയർ ഷിഫ്റ്റൊന്നും അറിയുന്നതേ ഇല്ല. പിന്നെ NVH ലെവലുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എഞ്ചിൻ്റെ സൗണ്ട് നമുക്കിങ്ങനെ കേൾക്കുന്നതായിട്ട് തോന്നുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹരം ഉളവാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ടയർ ഒടിയുന്ന ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പക്ഷേ എഞ്ചിൻ്റെ ആ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അത് നമ്മളങ്ങനെ ഹരം കൊള്ളിക്കുകയും ചെയ്യും. അതാണ് ഈ വാഹനത്തിൻ്റെ സവിശേഷത. എന്തായാലും ഒരു സംഭവം തന്നെയാണ്. ഇത്രയും വില കൊടുത്ത് ഈ വാഹനം വാങ്ങിക്കുന്നവർ എന്തുകൊണ്ട് വാങ്ങിക്കുന്നു എന്നുള്ളത് വാഹനം ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും കൃത്യമായ ഉത്തരം കിട്ടും. അത്രയും സ്പോർട്ടിയായി ഫീൽ ചെയ്യുന്ന, അത്രയും നമ്മളെ ആവേശഭരിതരാക്കുന്ന ഒരു വാഹനമാണ് ഗോൾഫിൻ്റെ GTI. അപ്പോൾ ഗംഭീരമായൊരു അനുഭവമാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം നേരത്തെ സ്റ്റീവ് പറഞ്ഞ പോലെ പല കുറവുകളുമുണ്ട്. ഈ ഇത്രയും വില പിടിച്ചൊരു കാറിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സീറ്റിനില്ല, 360 ഡിഗ്രി ക്യാമറയില്ല, അങ്ങനെയുള്ള പല കുറവുകളുമുണ്ട്. പക്ഷേ ആ കുറവുകളെല്ലാം ഈ വാഹനത്തിൻ്റെ സീറ്റിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാ കുറവുകളും അപ്രത്യക്ഷമാകുന്നു. ആ രീതിയിൽ നമ്മളെ ആവേശഭരിതരാക്കുന്ന എഞ്ചിനും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് ഗോൾഫ് GTI കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫോക്സ്വാഗൺ ഒരു തീരാത്ത നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഇത്തരത്തിൽ ഹോട്ട് ഹാച്ച് കൊണ്ടുവന്നതിന് ഫോക്സ്വാഗൺ നന്ദി അറിയിക്കുന്നു. മറ്റു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടി ഓർക്കുക. ഇത്തരത്തിലുള്ള വളരെ പ്രീമിയം വാഹനങ്ങൾ ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങൾക്ക് സംരക്ഷിച്ച് കൊണ്ടു നടക്കാൻ വേണ്ടി കൊല്ലത്തെ 2-ാം കുറ്റിയിലുള്ള കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയെ സമീപിക്കാം. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അവരെ വിളിച്ചാൽ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദി. ബൈ.